Ladies and gentlemen, get ready for the most glamorous and thrilling segment of the evening, the Clyde Sriman, Manga and the Clyde couple competition. Tonight, it's not just about beauty, it's about charisma, talent, personality and confidence. Our contestants are here to light up the stage and show us what it truly means to represent our culture with pride while adding their own spark of individuality. So, who will walk away with the crown of Clyde Sriman? And who will shine as our Clyde Manga? And which duo will shine together as the Clyde couple? ഒരു കാര്യം certain ആണ്, നിങ്ങൾ എല്ലാവർക്കും ഇന്ന് കുറച്ച് unforgettable moments ആയിരിക്കും കിട്ടാൻ പോകുന്നത്. Now, here is the fun part. We want you, the audience, to be part of this journey. When you see a contestant and you love the way they are, please cheer for them, clap them, and let the whole know they have your support. Ready അല്ലേ? ഇത് നമ്മുടെ ഫിനാലെ ആണ്, കലാശക്കൊട്ടാണ്. എല്ലാ എനർജിയോടും കൂടി ക്ലാപ്പ് ചെയ്യണം കേട്ടോ. Participant number 1 on stage. Participant number 2 on stage. Participant number 3 on stage. Participant number 4 on stage. Contestant number 5 on stage. Shut up.
Contestant number 6 on stage. Contestant number 7 on stage. Contestant number 8 on stage. Contestant number 9 on stage. Contestant number 10 on stage. Contestant number 11 on stage. Contestant number 12 on stage. Contestant number 13 on stage. Contestant number 14 on stage.
ക്ലൈഡ് മംഗമാരാണ് ഇപ്പൊ നടന്നത്. ഇനി നമ്മുടെ ക്ലൈഡ് കപ്പിൾസ് ആണ്. പാർട്ടിസിപ്പന്റ് നമ്പർ 15 ഓൺ സ്റ്റേജ്. Participant number 16 on stage. Contestant number 17 on stage. Contestant number 18 on stage. Contestant number 19 on stage. ഇതോടുകൂടി നമ്മുടെ ക്ലൈഡ് കപ്പിൾ എൻട്രീസ് കഴിഞ്ഞിരിക്കുവാണ്. അടുത്തത് ക്ലൈഡ് ശ്രീമാൻ ആണ്. Contestant number 20 on stage.
contestant number 21 on stage. वशिष्ठवामदेवादिवन्दित नमो नमो नारायणाय अष्टकार्येषु सर्वदां सृष्टिमहादेव नमो नमो And final, contestant number 22 on stage. അങ്ങനെ നമ്മുടെ കോമ്പറ്റീഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. Ladies and gentlemen, this is the moment we all have been waiting for. I know the tension is high, the excitement is real, and I can feel the adrenaline rush through the hall. After all, the grace, style, and confidence we have witnessed today, it's time to crown first our Clyde Manga. സത്യത്തിൽ ഇപ്പോൾ നമ്മൾ മംഗമാരൊക്കെ വന്നു, ശ്രീമാൻ കപ്പിൾ അങ്ങനെയൊക്കെ വന്നു. നമ്മളൊക്കെ ഇങ്ങനെ മാർക്കൊക്കെ ഇട്ട് ഇങ്ങനെ വിട്ടു. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഇതിലിപ്പോൾ ആരാണ് വിന്നർ എന്നുള്ളത് ഞങ്ങളും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ രസം. എല്ലാവരും കൂടെ വിന്നറിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾ ജഡ്ജസും ഞെട്ടാൻ തയ്യാറായിട്ടിരിക്കുകയാണ് ആരാണ് വിന്നർ എന്നുള്ളത്. സോ നമുക്ക് നോക്കാം അല്ലേ. നമുക്ക് 4 ജഡ്ജസ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫെയർ ജഡ്ജ്മെൻ്റ് ആണ്. ഓരോരുത്തരും ഇൻഡിവിജ്വലി മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഫൈനൽ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത്. ജഡ്ജസിന് അറിയില്ല ആരാണെന്നുള്ളത്, എല്ലാവരും ഇപ്പോൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ. ക്ലൈഡ് മംഗ 2025 പാർട്ടിസിപ്പന്റ് നമ്പർ 14. ഒരു കയ്യടി കയ്യടി കയ്യടി. വാവ്, ഒരു കയ്യടി, നല്ലൊരു കയ്യടി. മങ്കി ആയതിൽ ഒരു അത്ഭുതം ഇല്ലല്ലേ. ഒന്ന് നോക്കിയേ, ഒന്ന് അങ്ങോട്ട് നോക്കിയേ. ക്രൗണിംഗ് ആണ്. ഷീ ഈസ് വെരി ഹാപ്പി. ഷീ ഈസ് വെരി ഹാപ്പി. വി ക്യാൻ സീ ദാറ്റ് ഓൺ ഹർ ഫേസ്. ഒരു മിനിറ്റ്, പേരെന്താണ്? സൗമ്യ രോഹിത്. സൗമ്യക്ക് എന്താ പറയാനുള്ളത്? ഒത്തിരി സന്തോഷം. ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഫാഷൻ ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണത്. എനിക്കെന്താ പറയേണ്ടത് അറിയില്ല. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സത്യം പറഞ്ഞാൽ ഇന്നലെ രാത്രി ഞാൻ വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോണ വഴിയാണ് ഇത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തത്. ഇന്ന് രാവിലെയാണ് എനിക്ക് ഈ സാധനം കിട്ടിയത്. എന്താ പറയുക, ഒരുപാട് നാളത്തെ ഡ്രീംസാണ് ഇപ്പോൾ ഞാനിവിടെ നിൽക്കണേ. അതിന് ഏറ്റവും വലിയ സപ്പോർട്ട് എൻ്റെ ഹസ്ബൻഡാണ്. എനിക്ക് 2 കുട്ടികളുണ്ട്. പിന്നെ ഒത്തിരി ഫ്രണ്ട്സ് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരോടും ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇതിൻ്റെ മെയിൻ കാരണം ഇവിടെ നിൽക്കണ നിഷയാണ്. ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യണില്ല, എനിക്ക് ഭയങ്കര പേടിയാന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ ഷീ ഈസ് ദ വൺ ഹൂ യെസ്, താങ്ക് യു സോ മച്ച്. അതിൻ്റെ ഒരു റിയാലിറ്റി ഞാൻ പറയാം. നമ്മളിത്
ആദ്യം അനൗൺസ് ചെയ്തപ്പോൾ നമുക്ക് കണ്ടസ്റ്റൻസ് ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ എവിടെയൊക്കെ പോകുന്നു ആരെയൊക്കെ കാണുന്നു അവരോടെല്ലാം അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് സൗമ്യ അപ്ലൈ ചെയ്തത്. പക്ഷെ നമുക്ക് വന്ന് നമ്മുടെ കോമ്പറ്റീഷൻ നിങ്ങൾ കണ്ടു എത്രത്തോളം ടെൻസ്ഡ് ആയിരുന്നു എന്നുള്ളത് അല്ലേ. താങ്ക് യു സൗമ്യ. താങ്ക് യു മിയ. ഒരു ഗിഫ്റ്റ് ഹാമ്പർ ഉണ്ട്, പിന്നെ മലബാർ ഗോൾഡിൻ്റെ ഒരു വൗച്ചറും ഉണ്ട്. അടുത്തത് കപ്പിളാണ് കേട്ടോ. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു പാർട്ടിസിപ്പന്റ് നമ്പർ 15 മഞ്ജു ആൻഡ് ശരത്. ഇനി ക്രൗണിങ് മൊമെന്റ് ആണ്. അത് ക്ലൈഡ് കപ്പിളിലെ ലേഡിക്ക് മാത്രമേ ഉള്ളൂ. കൈയടിക്കുക പ്ലീസ്, കൈയടി പോരട്ടെ. ഞങ്ങൾ ക്ലൈഡിൽ പുതിയതാണ്. ബെല്ലാററ്റിൽ നിന്നിട്ട് ഞങ്ങൾ ഒരു 1 ഇയർ മുമ്പ് ഇങ്ങോട്ട് മൂവ് ആയതാണ്. അപ്പോൾ നമുക്ക് കുറച്ചുള്ള ഇമ്മീഡിയറ്റ് ഫ്രണ്ട്സാണ് നിഷയും ഒക്കെ. അപ്പോൾ അതിൻ്റെ പുറത്ത് നമ്മളിങ്ങനെ ഒരു പരിപാടിയിൽ, ചെറിയ പരിപാടിയാണ്, 100 പേരുടെ പരിപാടിയാണെന്ന് പറഞ്ഞ് പറ്റിച്ച് കയറ്റിയതാണ്. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് എല്ലാവരോടും നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മിയ. ഒരു ഗിഫ്റ്റ് ഹാമ്പറും കൂടെ ഉണ്ട്. എനിക്കിതിൽ യാതൊരു പങ്കുമില്ല. എല്ലാവരോടും ഞാൻ ചേരാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങളോട് ചേരാൻ പറഞ്ഞു, അപ്പോഴാണ് ഞാൻ ഇവരോടൊക്കെ ചേരാൻ പറഞ്ഞത്. ഹാമ്പർ. So Clyde Sriman, participant number 20. Participant number 20. Hello. ക്രൗൺ ഇല്ല, ഒരു ഗിഫ്റ്റ് ഹാമ്പർ ഉണ്ട്. നല്ലൊരു കയ്യടി. എന്തൊരു ഗ്രേസ്ഫുൾ വാക്കായിരുന്നു. നല്ലൊരു കയ്യടി. നിങ്ങളിൽ ആകെ ധൈര്യമുള്ള 3 പേരിൽ ഒരാളാണിത്. കയ്യടി പോരാ. ഇനി ഗിഫ്റ്റ് ഹാമ്പർ. രണ്ട് വാക്ക്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എനിക്ക് ഇവിടെ ഓപ്പർച്യൂണിറ്റി തന്നതിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്ത എൻ്റെ വൈഫിന് വളരെ അധികം നന്ദി പറയുന്നു. താങ്ക് യു. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ മങ്ക ശ്രീമാൻ കോമ്പറ്റീഷൻ ഇതോടുകൂടി തീർന്നിരിക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾക്കൊരു പ്രചോദനമാവട്ടെ. നെക്സ്റ്റ് ഇയറും നമ്മൾ ഇതുപോലെ നടത്തും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ വന്ന് വാക്ക് ചെയ്ത് പ്രൈസ് വീട്ടിൽ കൊണ്ടുപോകുക. ഓക്കെ, താങ്ക് യു. എല്ലാവരും വരുന്നവർ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, നമ്മുടെ ഈ ഓണം സെലിബ്രേഷൻ കളറാക്കാൻ വേണ്ടിയിട്ട് മത്സരത്തിന് എല്ലാവരെയും അങ്ങോട്ട് പോയി അപ്രോച്ച് ചെയ്യുകയായിരുന്നു ഈ സ്ത്രീ എന്ന്. അപ്പം അടുത്ത പ്രാവശ്യം ഇതുപോലെ പോയി അങ്ങോട്ട്, നിഷ എന്നല്ലേ പേര്, നിഷയ്ക്ക് അങ്ങോട്ട് പോയി ചോദിച്ച് ആളെ കൊണ്ടുവരേണ്ട അവസ്ഥ വരാതെ നിങ്ങളായിട്ട് തന്നെ സ്വന്തമായിട്ട് ഇതിലേക്ക് വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നാണ് പറയാൻ ഉദ്ദേശിച്ചത് അല്ലേ? അതന്നെ, അല്ലെങ്കിൽ ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, താങ്ക് യു മിയ, താങ്ക് യു സോ മച്ച്. ഈ മങ്ക അല്ലെങ്കിൽ നമ്മുടെ കപ്പിൾസ് കോമ്പറ്റീഷൻ നമ്മൾ വെച്ചപ്പോൾ ജഡ്ജസിനെ കുറിച്ച് ചിന്തിച്ചു. അപ്പോൾ മിയ വരുമ്പോൾ മിയയ്ക്ക് ഒരു ജഡ്ജാവാം, പിന്നെ നമ്മുടെ കൂട്ടത്തിൽ ട്രീസ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഇൻവിസിബിളായിട്ട് ഒരു ജഡ്ജ് ഉണ്ടായിരുന്നു, പേരെന്നോട് പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയല്ലേ. മിയ വളരെ അടുത്തറിയുന്ന ആളാണ്, നിങ്ങൾ ഗസ് ചെയ്തോളൂ. പിന്നെ അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ഇവിടെ കൂട്ടത്തിൽ ആരാ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞാണ്, ടീന ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ടീന നമ്മൾ വിളിച്ചപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ഒരു ചെറിയ ഉപഹാരം സ്വീകരിക്കുന്നതിന് വേണ്ടി ടീനയെ ക്ഷണിക്കുന്നു.